പൊതുതെരഞ്ഞെടുപ്പ് മാതൃകയിൽ വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തി നെടുങ്കുന്നം നെടുമണ്ണി സിസ്റ്റർ അൽഫോൺസാസ് യു.പി. സ്കൂൾ. പൊതുതെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ അതേപടി നടപ്പാക്കി തെരഞ്ഞെടുപ്പ് രീതികൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞെന്ന് പ്രധാന അധ്യാപകൻ ബിജു ടി ജോൺ പറഞ്ഞു. രാജ്യത്ത് നടക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിന്റെ മാതൃകയിൽ സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നങ്ങളും മെഷീനിൽ പ്രോഗ്രാം ചെയ്ത് കുറ്റമറ്റ രീതിയിലാണ് നെടുങ്കുന്നം നെടുമണ്ണി സിസ്റ്റർ അൽഫോൺസാസ് യു.പി. സ്കൂളിൽ തെരഞ്ഞെടുപ്പ് നടത്തി വിജയികളെ കണ്ടെത്തിയത്. ജനാധിപത്യത്തിന്റെ മൂല്യബോധം കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനും നൂതന സാങ്കേതിക വിദ്യകൾ യുവതലമുറയ്ക്ക് എത്രത്തോളം പ്രയോജനപ്പെടുത്താമെന്നും നേരിൽ ബോധ്യപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എല്ലാവർക്കും കൗതുകമായി. പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ അതേ ആവേശത്തിലായിരുന്നു സ്കൂളിലെ തെരഞ്ഞെടുപ്പ്. സ്ഥാനാർത്ഥികളുടെ പ്രചരണം, വോട്ടേഴ്സ് ലിസ്റ്റ്, പോളിംഗ് ബൂത്ത്, പോളിംഗ് ഏജന്റുമാർ, പോളിംഗ് ഓഫീസർ, പ്രിസൈഡിംഗ് ഓഫീസർ തുടങ്ങി എല്ലാം അതേപടി പകർത്തിയുള്ള ഒരു തെരഞ്ഞെടുപ്പ്. തിരിച്ചറിയൽ കാർഡ് പരിശോധിച്ച് ഓരോ വോട്ടർമാരെയും അകത്തു കടത്തിവിട്ടത് സുരക്ഷാ ഉദ്യോഗസ്ഥർ. വോട്ടർ അകത്തെത്തിയാൽ ബൂത്തിനകത്ത് പോളിംഗ് ഏജന്റുമാരും ഉദ്യോഗസ്ഥരും റെഡി. തിരിച്ചറിയൽ കാർഡ് പരിശോധിച്ച് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒത്തുനോക്കിയ ശേഷമാണ് വോട്ടറുടെ വിരലിൽ മഷി പുരട്ടിയത്. തുടർന്ന് വോട്ട് ചെയ്യാൻ മെഷീനടുത്തേക്ക്. അവിടെ സജ്ജീകരിച്ച മെഷീനിൽ സ്ഥാനാർത്ഥിയുടെ ചിത്രവും പേരും ചിഹ്നവും. ഇഷ്ട സ്ഥാനാർത്ഥിക്കു നേരെയുള്ള ബട്ടണിൽ വിരലമർത്തിയാൽ ബീപ് ശബ്ദം. ഇങ്ങനൊരു കാര്യം ആക്കിയത് തന്നെ ഏറ്റവും നല്ലൊരു ഐഡിയ തന്നെയാണ്. കാരണം ഞങ്ങൾക്ക് ജനാധിപത്യത്തിനെ കുറിച്ചും ഇലക്ഷനെ കുറിച്ചും എല്ലാം നന്നായിട്ട് പഠിക്കാനും എല്ലാ കാര്യത്തിനും ഇത് സ്കൂളിൽ ഇങ്ങനെ ആക്കിയത് ഒരു നല്ലൊരു ആശയം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത ബി സാറിനെല്ലാം എൻ്റെ വക ഒരു ബിഗ് സല്യൂട്ട്. നമ്മൾ 18 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇലക്ഷനിൽ പങ്കെടുക്കാൻ കഴിയുള്ളൂ. അതിന് നമുക്ക് പങ്കെടുക്കാൻ കഴിയത്തില്ല. പക്ഷേ ബിജു സാറും ടീച്ചർമാരും കൂടെ എല്ലാം ചേർന്ന് സ്കൂളുകളിൽ തന്നെ സ്കൂൾ ലീഡർമാരായും ക്ലാസ് ലീഡർമാരായും പങ്കെടുത്ത് കുട്ടികളുടെ ഈ ജനാധിപത്യത്തെക്കുറിച്ച് കൂടുതലും മനസ്സിലാക്കിപ്പിക്കാനും ബിജു സാറൊക്കെ കണ്ടുപിടിച്ചതിൽ നമുക്ക് വലിയൊരു കൺഗ്രാജുലേഷൻ കൊടുക്കണം. പൊതു തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ അതേപടി നടപ്പാക്കി തെരഞ്ഞെടുപ്പ് രീതികൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞെന്ന് പ്രധാന അധ്യാപകൻ ബിജു ടി ജോൺ പറഞ്ഞു. കുട്ടികളിലെ ജനാധിപത്യ ബോധം വളർത്താനായിട്ട് ഈ ഒരു സംരംഭം ഇടയാകുമെന്ന് ഞങ്ങൾ കരുതുകയാണ്. ഒരു ഇലക്ഷൻ്റെ എല്ലാ മേഖലകളും ഞങ്ങൾ സ്കൂളിൽ ആസൂത്രണം ചെയ്തു. ഇപ്പോൾ ഇലക്ഷൻ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഓരോ ക്ലാസ്സുകളിൽ നിന്നായിട്ട് കുട്ടികൾ, അതായത് നമ്മുടെ വോട്ടർമാരെത്തി അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികളിൽ നല്ല സന്തോഷമാണ്. അവരുടെ മാതാപിതാക്കളോടൊപ്പം ബൂത്തുകൾ സന്ദർശിച്ചിട്ടേ ഉള്ളൂ നേരത്തെ. എന്നാൽ ഇന്ന് അവരുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമായിട്ട് നടപ്പിലാക്കാനായിട്ട് അവർക്ക് സാധിച്ചതിൽ അവർ വളരെയധികം സന്തോഷത്തിലാണ്. എല്ലാ കുഞ്ഞുങ്ങളും ഈ സംവിധാനത്തിൽ പങ്കാളികളാവുകയും ചെയ്യുന്നുണ്ട്. നെടുങ്കുന്നം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രവി വി സോമൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉദ്ഘാടനം ചെയ്തു. ഇത് കുഞ്ഞുങ്ങൾക്ക് ഒരു ജനാധിപത്യ ബോധം വളർത്തിയെടുക്കുന്നതിനും ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ എങ്ങനെ ജീവിക്കുവാൻ കഴിയുന്നു, എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പിനെ എന്റെ ശരീരത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായി കണ്ടെത്തുന്നതിനുള്ള ഒരു വലിയ പരീക്ഷണം കൂടെയാണ് ഈ അവസരത്തിൽ സാറിന്റെ നേതൃത്വത്തിലുള്ള അധ്യാപകർ നടത്തുന്നത്. സ്കൂൾ മാനേജർ ഫാദർ ആരോമലുണ്ണി മുഖ്യാതിഥിയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി.